കരീബുസന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആരുഷയിലെ മസായി കൾച്ചറൽ മ്യൂസിയത്തിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക ജനവിഭാഗമാണ് മസായിമാർ. അവരുടെ ജീവിതവും അവരുടെ സംസ്കാരവും വളരെ അത്ഭുതത്തോട് മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. ആ കാഴ്ചകളാണ് ഈ മ്യൂസിയത്തിലൂടെ ഇന്ന് കാണുന്നത്. This is the first room of our museum, and we are going to have a story about the Maasai society. Okay. Maasai, we are pastoralistic and nomadic. Okay. They are people who move from one place to another for the reason of searching grass and the plant of water for the livestock. Oh. When you reach a suitable area, where you find the grass and the plant of water, and then a permanent boma they constructed. Oh. Okay. The Maasai women are the one who build it. One man looking after the cattle. Using the sticks to build. As well, we mix the ash, cow dung, soil and water together, and then we come to plaster it for the cover. Okay. You mean this one? Plaster. So this is just a frame. We are going to see the completed one. നമ്മളിപ്പോൾ കണ്ടതാണ് മസായിമാരുടെ വീട്. അതിനെ നമ്മൾ മഞ്ഞാട്ട എന്നാണ് വിളിക്കാറ്. മണ്ണുകൊണ്ടും പുല്ലുകൊണ്ടൊക്കെ കൊണ്ടാണ് ഇവർ ഈ ഒരു വീട് നിർമ്മിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അവർ പ്രകൃതിയോട് വളരെ ഇണങ്ങി കൂടിയാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വെളിച്ചവും ജനലുകളും വാതിലുകളൊന്നും ഈ ഒരു വീടിനെ കാണാനില്ല. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത് മസായി ജനതയുടെ ജീവിത രീതിയുടെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു മ്യൂസിയത്തിലൂടെ മസായി ജനതയുടെ സംസ്കാരവും ജീവിതവും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അവിടെ കാണാം അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നതാണ്. അത് ആർട്ടിഫിഷ്യലാണ്. മീറ്റ് ലസിക, എ ട്രൂ മസായി വാരിയർ. മസായി വിവാദത്തിൽ ജനിച്ചു വളർന്ന ലസിക ഈ മ്യൂസിയത്തിൻ്റെ ഒരു വാക്കിൻ സ്റ്റോറി കൂടിയാണ്. പുള്ളി പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കൊന്നും അല്ല, അത് അവരുടെ ജീവിതം തന്നെയാണ്. സ്റ്റേ ട്യൂൺ ബിക്കോസ് ലസിക ഈസ് അബൌട്ട് ടു ടേക്ക് യു ഡീപ്പ് ഇൻ ടു ദ ഹേർട്ട് ഓഫ് മസായി കൾച്ചർ. ബൈ ബൈ മൈ ലുട്ടാൻസ്. This